കമ്പനി ബോർഡ് LGS പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി ഇതുവരെ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഇന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏത്? ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് അല്ലേ, ചമ്പാരൻ സത്യാഗ്രഹം. ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. രണ്ടാമത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണല്ലേ. ഏതാണ്? റൗലറ്റ് നിയമം. ഏതാണ്? റൗലറ്റ് നിയമം. അടുത്ത ചോദ്യം, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തതാര്? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഉദ്ധം സിംഗ് ആണ്. അപ്പോൾ ആരെല്ലാം പെടും? ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജഗുരു, ഇവർ 3 പേരുമാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ സംഘടനയിലുള്ളവർ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിനെ വിളിച്ചു ചേർത്തതാണ് വട്ടമേശാ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശാ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണല്ലേ, അംബേദ്കർ. ആരാണ്? അംബേദ്കർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആര്? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, ക്യാപ്റ്റൻ ലക്ഷ്മി. ആരാണ്? ക്യാപ്റ്റൻ ലക്ഷ്മി. അടുത്ത ചോദ്യം, ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, VP മേനോൻ. ആരാണ്? VP മേനോൻ. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെൻറ്റർ ഫോർ കൾച്ചർ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം എവിടെ? വിദ്യാഭ്യാസത്തെ സാംസ്കാരികവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെൻറ്റർ ഫോർ കൾച്ചർ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി, ന്യൂഡൽഹി. എവിടെയാണ്? ന്യൂഡൽഹി. അടുത്ത ചോദ്യം, പുതിയ സഹസ്രാബ്ദത്തിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണല്ലേ, 1986. ലാസ്റ്റത്തെ ചോദ്യം, രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഉത്തരം അപ്പറാന്നുള്ളത് ഡോക്ടർ എസ് കോത്താരി കമ്മീഷൻ. ഏതാണ്? ഡോക്ടർ എസ് കോത്താരി കമ്മീഷൻ. ഇത്രയുമാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.